ശിവൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ. താൻ ആരാണോ? നാട്ടുരാജാവ്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവ ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനി മണ്ണ് വിട്ടു. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിടെ വാതിൽ ചവിട്ടി തുറന്ന് എടുത്തോട്ട് പോടാ. പോലീസ് ആണെങ്കില് ഇവിടെ പുല്ല. എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭോ മഹാദേവ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളയും ഞാൻ. എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ, അല്ലേ മമ്മുക? അത് വേണം. വേണം 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 വേണം. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം. അടിച്ചതിന്റെ രണ്ട് കാലും കൂടെ ഒടിക്കോടാ തെണ്ടി. എല്ലാം പിന്നെ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാരെ കണ്ടിട്ടുള്ളൂ. നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കെട്ടിക്ക് വരണ. എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. നമ്മൾ എന്തൊക്കെ കടിച്ചടാ എന്റെ ജോർജ്. സാഹിബേ, തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ? നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുവേ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആര്? അവര് പറഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യനും. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത്.